ഹായ് സ്റ്റുഡൻസ്, ഞാനിന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ട്രാൻസാക്ഷനാണ് വേണ്ടതെന്നാണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ഓരോ പാർട്ട്നേഴ്സും ഫേമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് എത്രയാണോ അതാണ് ആദ്യമായി ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. നേരത്തെ ആരംഭിച്ച ബിസിനസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് വീണ്ടും, അതായത് അഡീഷണലായിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. അടുത്ത പോയിൻ്റ് ഡ്രോയിങ്സ്. സാധാരണ രണ്ട് വിധത്തിലുള്ള ഡ്രോയിങ്സ് ഉണ്ട്. ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഡ്രോയിങ്സും അതുപോലെ നോർമൽ ഡ്രോയിങ്സ്, അതായത് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് പാർട്ട്നേഴ്സ് ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടും. അപ്പോൾ രണ്ട് ഡ്രോയിങ്സും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അടുത്ത പോയിൻ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതായത് ഫേമിന് ലാഭമാണെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്, അതായത് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അടുത്ത പോയിൻ്റ് ഷെയർ ഓഫ് ലോസ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ഷെയർ ഓഫ് ലോസ്. അതായത് ഫേമിന് ലോസ് ആണെങ്കിൽ, നഷ്ടമാണെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതാണ്, അതായത് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പോയിൻ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് ഫേം പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് പകരമായി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അടുത്ത പോയിൻ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞതുപോലെ തന്നെ ഡ്രോയിങ്സിന് പകരമായി ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അടുത്തത് സാലറി ഓർ കമ്മീഷൻ പേയബിൾ. ഏതെങ്കിലും ആക്റ്റീവ് പാർട്ട്നേഴ്സിന് സാലറിയോ കമ്മീഷനോ ഫേം നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രധാനമായും കാണിക്കേണ്ടത്. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത പോയിൻറ്റ്സ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നത് കൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, അണ്ടർലൈൻ ചെയ്യാത്ത പോയിൻറ്റ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുമാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതായത് അണ്ടർലൈൻ ചെയ്ത പോയിൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിലും അണ്ടർലൈൻ ചെയ്യാത്ത പോയിൻറ്റ്സ് ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദി പാർട്ട്നേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. സിൻസ് ദർ ആർ 2 or more partners, transactions relating to partners should be recorded in their respective capital account. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ആയതുകൊണ്ട് തന്നെ രണ്ടിലധികം പാർട്ട്നേഴ്സ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ടിലധികം പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഓരോരാളെ ക്യാപിറ്റൽ അക്കൗണ്ടും വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദ പാർട്ട്നേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. സിൻസ് ദർ ആർ 2 or more partners, transactions relating to partners should be recorded in their respective capital accounts. അടുത്തത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് വൺ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഓൺലി 1 അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യണ്ടൂ. അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ
നേരത്തെ ലിസ്റ്റ് ചെയ്ത ഐറ്റംസിൽ എല്ലാ ഐറ്റംസും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയിരിക്കും. ഇനി ചിലത് ക്യാപിറ്റൽ അക്കൗണ്ടിലും ചിലത് കറണ്ട് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൽ 1 അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമാറ്റ് നോക്കാം. ബാലൻസ് ബി ഡി, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇപ്പോൾ നേരത്തെ ആരംഭിച്ച ഫേം ആണെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ക്യാഷ് ഓർ ബാങ്ക്, അതായത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ഏതെങ്കിലും പാർട്ട്ണർ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഡ്രോ ചെയ്തതാണ് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് എന്നെഴുതി പോസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ബാലൻസ് ചെയ്യുക, അതായത് ക്രെഡിറ്റ് സൈഡിലുള്ള ടോട്ടൽ എടുക്കുക, ആ സെയിം എമൗണ്ട് ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ട് മൈനസ് ചെയ്യുക, മൈനസ് ചെയ്താൽ ബാലൻസ് സി ഡി, അതായത് ഈ വർഷത്തെ ബാലൻസ് കിട്ടും. ആ ബാലൻസ് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്യാം. അടുത്തത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എക്സെട്ര ആർ റെക്കോർഡഡ് ഇൻ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഒരു പാർട്ട്ണറെ കറണ്ട് അക്കൗണ്ടിൽ ഇത്തരം ഐറ്റംസാണ് എടുക്കേണ്ടതുള്ളൂ. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കാത്ത ബാക്കി എല്ലാ ഐറ്റംസും എടുക്കേണ്ടത് കറണ്ട് അക്കൗണ്ടിലാണ്. നമുക്ക് ഫോർമാറ്റ് നോക്കാം. ആദ്യമായി ബാലൻസ് ബി ഡി, അതായത് കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അടുത്തത് പാർട്ട്ണർക്ക് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ സാലറി, കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്മീഷൻ. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇഫ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് പ്രോഫിറ്റാണ് കിട്ടിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഫിറ്റാണ് കിട്ടിയതെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അഥവാ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ലോസാണ് വന്നതെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഡ്രോയിങ്സ്, അതായത് നോർമൽ ഡ്രോയിങ്സ് ആണ്. പാർട്ട്ണർ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്ത എമൗണ്ടാണ് ഡ്രോയിങ്സ്, അത് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അതിന് ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതും ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ലോസാ വന്നിട്ടുണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ശേഷം സാധാരണ പോലെ ബാലൻസ് ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ ഡെബിറ്റ് സൈഡ് കൂടുതൽ എമൗണ്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ബാലൻസ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുക, ബ്രോഡ് ഓൺ ചെയ്യുക. Fixed capital method. This method is known as fixed capital method as the original capital invested by any partner remains the same unless additional capital is brought in or part of capital is withdrawn as per agreement. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ അഡീഷണൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോണോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെയ്യുന്നത് വരെ എല്ലാ വർഷവും ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അടുത്ത് നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ only one account is maintained, that is
പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാനുള്ളൂ. അതിൻ്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ all the items affecting partners capital account is recorded, such as interest on capital, interest on drawings, salary, commission, share of profit or loss, etc. Balance in the capital accounts keeps on fluctuating year after year. അതായത് നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് അക്കൗണ്ടിലുള്ള ഐറ്റംസും, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ വന്ന രണ്ട് അക്കൗണ്ടിലുള്ള ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഒരൊറ്റ അക്കൗണ്ടിലായി പോസ്റ്റ് ചെയ്യുന്നതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, സാലറി, കമ്മീഷന്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും ഈ ഒരൊറ്റ അക്കൗണ്ടിലാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാലൻസ് എല്ലാ വർഷവും മാറിക്കൊണ്ടേയിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം. ആദ്യമായി ക്രെഡിറ്റ് ബാലൻസ്, അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ പ്രോഫിറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ ഡെബിറ്റ് സൈഡിൽ രണ്ട് ടൈപ്പ് ഡ്രോയിങ്സും പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ലോസ്, ഇത്രയും ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി സാധാരണ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ബാലൻസ് CD എന്ന് പറഞ്ഞ് കാണിക്കുക. അതിനുശേഷം അടുത്ത വർഷത്തേക്ക് ആ ബാലൻസ് എന്ത് ചെയ്യുക, ബ്രോഡ് ഓൺ ചെയ്യുക. ഇങ്ങനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിനി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇലസ്ട്രേഷൻ നോക്കാം. ആനന്ദ് ആൻഡ് ബാലൻ entered into a partnership contributing rupees 50,000 and rupees 30,000 respectively. അപ്പോൾ ആനന്ദും ബാലനും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആരംഭിക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ അവർ അതിലേക്ക് 50,000 രൂപ ആനന്ദും കൊണ്ടുവന്നു, 30,000 രൂപ ബാലനും കോൺട്രിബ്യൂട്ട് ചെയ്തു. They decided to share profits and losses in the ratio of 2:1. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും, അതായത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അവർ 2:1 ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ 3/2 ഭാഗം ആനന്ദിനും 1 ഭാഗം ബാലനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആനന്ദ് വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000 പെർ ആനം. അപ്പോൾ ആനന്ദിന് ഒരു വർഷത്തിൽ 5,000 രൂപയാണ് സാലറി ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി provided at 6% per annum. The drawings of Anand and Balan for the year ending December 31st, 2017 were ₹6,000 and ₹5,000 respectively. ഇപ്പോൾ ഒരു വർഷത്തിൽ ആനന്ദ് 6,000 രൂപ പേഴ്സണൽ വിഡ്രോവലായി, അതായത് ഡ്രോയിങ്സ് ആയിട്ട് പിൻവലിച്ചു. അതുപോലെ ബാലൻ 5,000 രൂപയും പിൻവലിച്ചു. അതിന് പകരമായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദ് ₹300 ആൻഡ് ബാലൻ ₹200 ടു ബി ചാർജ്ഡ്. അപ്പോൾ 300 രൂപ ആനന്ദ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് കൊണ്ടുവരണം, അതുപോലെ ബാലൻ 200 രൂപയും കൊണ്ടുവരണം. ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ആനന്ദ് സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വെയർ ₹15,000. അതായത് ആനന്ദിൻ്റെ സാലറി, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ പരിഗണിച്ചതിന് ശേഷം ഫേമിന് 15,000 രൂപയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് വെൻ ക്യാപിറ്റൽസ് ആർ ഫിക്സഡ് ഫ്ലക്ച്വേറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിനും 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം.
അപ്പോൾ ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ആനന്ദിൻ്റെ കറൻറ്റ് അക്കൗണ്ടും, അതുപോലെ ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻ്റെ കറൻറ്റ് അക്കൗണ്ടും ചെയ്യണം. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 2 പേർക്കും ഓരോ അക്കൗണ്ട് മാത്രം മതി. അത് ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടും. ഇനി നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യമായി ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആനന്ദിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതുപോലെ ആനന്ദ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിനോ, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നിവ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആനന്ദ് ആൻഡ് ബാലൻ എൻറ്റേർഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് ₹50,000 ആൻഡ് ₹30,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആനന്ദ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തത് 50,000 ആണ്. ക്യാപിറ്റലായി കോൺട്രിബ്യൂട്ട് ചെയ്തത് 50,000 ആണ്. അപ്പോൾ അതുകൊണ്ട് ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റലായി 50,000 ആണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ്സ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്നെഴുതി 50,000 പോസ്റ്റ് ചെയ്യുക. ഇനി വേറെ അഡീഷണൽ ക്യാപിറ്റലോ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലോ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലുള്ള ആ 50,000 2 സൈഡിലും പോസ്റ്റ് ചെയ്യാം. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ 50,000 എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അത് 31 ഡിസംബർ 2017 എന്ന് ബാലൻസ് CD ചെയ്യുക. അടുത്ത വർഷത്തേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുക. ഇങ്ങനെയാണ് ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ആനന്ദിൻ്റെ കറൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കാത്ത എല്ലാ ഐറ്റംസും കറൻറ്റ് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആനന്ദ് വാസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000 പെർ ആനം. അപ്പോൾ ആനന്ദിന് സാലറി ആയിട്ട് ഒരു വർഷം 5,000 രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ് ഡ്യൂ ആവുക. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ 31 ഡിസംബറിൽ സാലറി കൊടുക്കുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ്സ് കറൻറ്റ് അക്കൗണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ സാലറി പോസ്റ്റ് ചെയ്യാം. 5,000 രൂപ 31 ഡിസംബർ 2017 സാലറി എന്നെഴുതി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് 6% പെർ ആനം. അപ്പോൾ ആനന്ദ് കൊണ്ടുവന്നത് 50,000 ആയതുകൊണ്ട് തന്നെ ആ 50,000ൻ്റെ 6% ആണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 50,000 ഇൻറ്റു 6/100 ആണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അതിൻ്റെ ജേർണൽ എൻട്രി നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ്സ് കറൻറ്റ് അക്കൗണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആനന്ദിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ആ 3,000 ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 50,000 ഇൻറ്റു 6/100 3,000 ആണ് വരിക. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് ഡ്രോയിങ്സ്. ദ ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ ഫോർ ദി ഇയർ എൻഡിങ് 31 ഡിസംബർ 2017 വേർ ₹6,000 ആൻഡ് ₹5,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ ആനന്ദിൻ്റെ ഡ്രോയിങ്സ് 6,000 ആണ്. അപ്പോൾ 6,000 എവിടെ കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ആനന്ദ്സ് കറൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനന്ദിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 31 ഡിസംബർ 2017 എന്നെഴുതി ഡ്രോയിങ്സ് 6,000 ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അടുത്ത വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദ്സ് ₹300. അപ്പോൾ 300 രൂപയാണ് ആനന്ദിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് അതും ആനന്ദിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് 300 രൂപ ആനന്ദിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ആനന്ദ്സ് കറൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇനി വരുന്ന ലാസ്റ്റ് ഐറ്റംസ് പ്രോഫിറ്റ് ആണ് 15,000. അത് നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ബ്രോഡ് ഓൺ ചെയ്തതിന് ശേഷം അവിടുന്ന് കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറാണ് ചെയ്യൽ.
അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ്സ് കറൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് 15,000 ഇൻറ്റു 2/3, അതായത് ആനന്ദിൻ്റെ ഷെയർ 2 ആണ്. അതുകൊണ്ട് തന്നെ 15,000 ഇൻറ്റു 2/3 ആണ് കാൽക്കുലേഷൻ വരാം, അതായത് 10,000. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 18,000 ആണ് കിട്ടുന്നത്. അപ്പോൾ 18,000 രണ്ട് സൈഡിലും പോസ്റ്റ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും. അതിനുശേഷം ഡെബിറ്റ് സൈഡിലുള്ള ആ 6,000ഉം 300ഉം 18,000ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ബാലൻസ് CD, അതായത് ക്ലോസിംഗ് ബാലൻസ്, ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 11,700 ആണ്. അത് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. ഇനി നമുക്ക് ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാലൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ, അതുപോലെ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഇത് മൂന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതായത് 30,000 രൂപയാണ് ബാലന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് 30,000 മാത്രമേ പോസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാലൻസ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് ക്യാഷിന് 30,000 രൂപ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി ബാലൻസ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും 30,000 എഴുതാം, പിന്നെ 30,000 രൂപ ഒന്നും കൂടി എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അത് അടുത്ത വർഷത്തേക്ക് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്നത്. അടുത്ത് ബാലൻ്റെ കറൻറ്റ് അക്കൗണ്ട് ചെയ്യുക. അപ്പോൾ ബാലനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ബാലന് സാലറി ഇല്ല, ആനന്ദിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് സാലറി പരിഗണിക്കേണ്ടതില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് 6% രണ്ട് പേർക്കും, അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബാലൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് 30,000 ആയതുകൊണ്ട് 30,000ൻ്റെ 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി പരിഗണിക്കേണ്ടത്. അപ്പോൾ 30,000 ഇൻറ്റു 6/100 ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാലൻസ് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ 1800 ആണ് വരുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1800 പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സ് 5,000 ആണ് ബാലൻ്റെത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാലൻ്റെ 5,000 എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ബാലൻസ് കറൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാലൻസ് ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ 5,000 പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ബാലൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് 200, അതും ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ബാലൻസ് കറൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ 200 ആണ്. അപ്പോൾ 200 പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ബാലൻസ് ചെയ്യുക. പ്രോഫിറ്റ് ഉണ്ട് 15,000 ആണ് മൊത്തം പ്രോഫിറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ 1/3 ആണ് ബാലൻ്റെ ഷെയർ വരുന്നത്. അപ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാലൻസ് കറൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ 15,000 ഇൻറ്റു 1/3, അപ്പോൾ 1 ആണ് ബാലൻ്റെ ഷെയർ, അതുകൊണ്ട് 1/3 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 5,000 ആണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ 5,000 ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ഇനി ബാലൻസ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 6,800 ആണ് വരുന്നത്, അത് ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് ആ 5,000ഉം 200ഉം മൈനസ് ചെയ്തതിനാൽ 1,600 വരും. അതാണ് ക്ലോസിംഗ് ബാലൻസ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അടുത്ത മെത്തേഡിൻ്റെ പേര് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം രണ്ട് പാർട്ട്ണറുടെയും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് ആദ്യമായിട്ട് ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ കറൻറ്റ് അക്കൗണ്ടിൻ്റെയും ട്രാൻസാക്ഷൻ ഒരുമിച്ച് എഴുതിയാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടായി. അപ്പോൾ അതുകൊണ്ട് അത് ഒരുമിച്ച് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കുക. ആദ്യമായിട്ട് അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതായത് ആനന്ദ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 50,000 ആണ്.
അത് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആനന്ദിൻ്റെ സാലറി 5000 പോസ്റ്റ് ചെയ്യുക. അതുപോലെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതായിരുന്നു ആനന്ദിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അത് 50,000 × 6/100 അതും പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആനന്ദിൻ്റെ ഡ്രോയിങ്സ് ഉണ്ട് 6000, അത് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ആനന്ദിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതായത് 300 രൂപ അതും ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആയിരുന്നു 15,000. ഇപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ പിന്നെ 15,000 × 2/3 അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 10,000 അതും പോസ്റ്റ് ചെയ്യാം. പിന്നീട് നേരത്തെ ബാലൻസ് ചെയ്ത പോലെ ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ 68,000 ആണ് വരുന്നത്, അതെന്നെ ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ 6,300 മൈനസ് ചെയ്തതിനാൽ 61,700 അതാണ് ബാലൻസ് CD. അത് അടുത്ത വർഷത്തേക്ക് ബാലൻസ് BD എന്ന് പറഞ്ഞ് ബ്രോ ഡൗൺ ചെയ്യാം. ഇതേപോലെ തന്നെ ബാലൻ്റെതും ചെയ്യാം. ഇപ്പോൾ ബാലന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 30,000 രൂപയായിരുന്നു ക്യാപിറ്റൽ, അതുകൊണ്ട് അത് ക്യാഷ് എന്ന് എഴുതി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. ബാലന് സാലറി ഇല്ല. പിന്നെ വരുന്നത് ബാലൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതായിരുന്നു 30,000 × 6/100 അത് 1,800 അത് പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഡ്രോയിങ്സ് ബാലൻ്റെ ഡ്രോയിങ്സ് വരുന്നത് 5,000 ആണ്, അത് പോസ്റ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് 200 ആണ്, അതും പോസ്റ്റ് ചെയ്യുക. പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ വരുന്നത് 15,000 × 1/3 ആയിരുന്നു, അപ്പോൾ അതും 5,000 പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബാലൻസ് ചെയ്യുക. 3 ഐറ്റംസും ബാലൻസ് ആഡ് ചെയ്തതിനാൽ 36,800 ആണ്, അത് രണ്ട് സൈഡും പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ 5,000 200 മൈനസ് ചെയ്തതിനാൽ 31,600 ആണ് വരുന്നത്, അതാണ് ബാലൻസ് CD. അത് അടുത്ത വർഷത്തേക്ക് ക്ലോസ് ചെയ്യുക.